സിനു ഇത് കണ്ടോ? ഇത് വിമാനമാണ് അല്ലേ? അതെ, വിമാനം. ഇതൊരു അത്ഭുത വിമാനമാണ്, മാന്ത്രിക വിമാനം. അതെന്താ? നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ അസാധാരണ സ്വഭാവമുള്ള വിമാനങ്ങൾ കണ്ടിട്ടുണ്ട്. നിലവിലുള്ള ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ അതിനെല്ലാം അട്ടിമറിച്ചു, വെല്ലുവിളിച്ചു. അതായത് ഫിസിക്സ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്താണോ അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന വിമാനം. സയൻസ് ഫിക്ഷൻ വിമാനം ഇറങ്ങാൻ റൺവേ വേണ്ട, ശബ്ദത്തിനേക്കാളും വേഗത്തിൽ പോകും, നിലവിലുള്ള യാത്രാ വിമാനങ്ങളെക്കാളും ഒക്കെ ഇരട്ടി സ്പീഡ്, പിന്നെ 0% കാർബൺ എമിഷൻ, അതായത് ഇന്ധനം കത്തി പുറത്തേക്ക് മലിനീകരണമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അത്ഭുത വിമാനം വരുന്നു. ഇറങ്ങി, അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഇറങ്ങി. ആരാ ഉണ്ടാക്കുന്നറിയോ? ഇല്ല, ഇലോൺ മസ്ക്. ടെസ്ലയുടെ വിമാനം വരുന്നു. ഏവിയേഷൻ ടെക്നോളജി ഇൻഡസ്ട്രിയെ വലിയ തരത്തിൽ മാറ്റിമറിക്കുന്ന വിമാനമാണ് ടെസ്ല ഇലക്ട്രിക് വിമാനം. ഇലക്ട്രിക്കാണ്. ഒറ്റ ചാർജിൽ 5000 മൈൽ പറക്കും. 5000 മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15000 അല്ലേ? 15000-ത്തിനടുത്ത്, 12,000-നും 15,000-നും ഇടയ്ക്ക് കിലോമീറ്റർ പറക്കുന്ന വിമാനം ഒറ്റ ചാർജിൽ. ഇനി ഈ വിമാനം എങ്ങനെയാണെന്നറിയോ? ഈ വിമാനം ഇറങ്ങാൻ റൺവേ വേണ്ട. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിമാനങ്ങളിൽ ഇങ്ങനെ വന്നില്ല ഇറങ്ങുന്നത്. അതെ. ഇനി ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കുത്തനെ മുകളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ റൺവേ വേണ്ട. അങ്ങനെ ഇലോൺ മസ്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. ഇലോൺ മസ്കിൻ്റെ നോക്കൂ, സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടു അല്ലേ? ബോയിങ് സ്റ്റാർലൈനറിൽ പോയ സുനിത വില്യംസ് 8 ദിവസത്തേക്ക് പോയിട്ട് 9 മാസം അവിടെ കുടുങ്ങിപ്പോയി. കൊണ്ടുവരാൻ പറ്റില്ല. അതിന് ഹീലിയം ചോർച്ച ഉണ്ടായതുകൊണ്ട് അത് തിരിച്ചു വന്നപ്പോൾ ആളെ കെട്ടി അത് തിരിച്ചു വന്നു. അവസാനം മസ്കിൻ്റെ സ്റ്റാർഷിപ്പ് പോയിട്ടാണ് അവർ തിരിച്ചു കൊണ്ടുവന്നത്. സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ട് ഇലോൺ മസ്ക് എന്ത് ചെയ്യുന്നു? ലോകത്തെ സ്പേസ് ടൂറിസം, ബഹിരാകാശ വിനോദയാത്രാ പദ്ധതി നടപ്പാക്കുകയാണ്. ഇവിടുന്ന് ആളുകൾ പോകുന്നു, സ്പേസിൽ പോകുന്നു, കാണുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ നാസ മുന്നോട്ട് വെക്കുന്ന സ്പേസ് ദൗത്യങ്ങളെ നാസയേക്കാൾ ഭംഗിയായി ചെയ്യുന്ന സ്വകാര്യ കമ്പനിയായിട്ട് മസ്ക് മാറി. പിന്നെ ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ ടെസ്ലയുടെ എഞ്ചിനെ വെല്ലുന്ന, ടെസ്ലയുടെ ബാറ്ററിയെ വെല്ലുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്തില്ല. അതിലും എലോൺ മസ്ക് മുന്നിലാണ്. പിന്നെ എക്സിൻ്റെ പോട്ടെ, സാമൂഹ്യ മാധ്യമമായ എക്സിൻ്റെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. പിന്നെയുള്ളത് എന്താണ്? സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് കൊടുക്കുന്ന സംവിധാനം. അങ്ങനെ ലോകത്തെ ഏറ്റവും നിർണായകമായ വ്യവസായ രംഗങ്ങളിൽ, ഏറ്റവും ഡെവലപ്പിംഗ് ആയ ആധുനികമായിട്ടുള്ള മേഖലകളിൽ നിർണായകമായ വിജയങ്ങൾ നേടി വെന്നിക്കൊടി പാർത്തി നിൽക്കുന്ന ഇലോൺ മസ്ക് നമ്മുടെ വ്യോമയാന സങ്കല്പങ്ങളെ മാറ്റിമറിക്കുകയാണ്. നമ്മളിപ്പോൾ പറക്കുന്ന രീതിക്ക് മാറ്റം വരും. ഇതൊക്കെ ഇതുവരെ വെറും സിദ്ധാന്തമായിരുന്നു. അതെ, വെറും സിദ്ധാന്തം. അതൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ, യൂണിവേഴ്സിലൊക്കെ നിർമ്മിക്കുന്ന സിനിമകളിലൊക്കെ അത്ഭുതകരമായി പറക്കുന്ന വിമാനങ്ങളെയൊക്കെ കാണും. ഇപ്പോൾ വിമാനങ്ങളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വിമാനങ്ങളുടെ സ്പീഡ് നിർണ്ണയിക്കുന്ന മാക്ക് അടിസ്ഥാനത്തിലാണ്. മാക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1225 കിലോമീറ്ററൊക്കെ മണിക്കൂറിൽ പോകുന്നതിനാണ് മാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് കൃത്യമായ നിർവചനമല്ല. അത് ശബ്ദത്തിൻ്റെ, സറൗണ്ടിങ്സിലെ ശബ്ദത്തിൻ്റെ വേഗതയും വിമാനത്തിൻ്റെ ഗതിവേഗവും ഒക്കെ കൂടെ കമ്പയർ ചെയ്തുണ്ടാക്കുന്ന ഒരു സംഭവമാണ് മാക്ക്. ടെക്നിക്കലാണ്. ഇപ്പോൾ നമ്മുടെ യാത്രാ വിമാനങ്ങൾക്കൊക്കെ 0.6 മുതൽ 0.9 വരെയാണ് മാക്ക് സ്പീഡ് ഉള്ളത്. പക്ഷേ എലോൺ മസ്കിൻ്റെ പുതിയ വിമാനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1.5 മാക്കാണ്. അതായത് സാധാരണ ഒരു മാക്ക് സൗണ്ടിൽ കൂടുതൽ സ്പീഡ് ഉണ്ടെങ്കിൽ അത് സൂപ്പർസോണിക് എന്നാണ് പറയുന്നത്. അപ്പോൾ സൂപ്പർസോണിക് വിമാനമാണ് 1.5 ആണ് ഇലോൺ മസ്കിൻ്റെ പുതിയ അത്ഭുത വിമാനത്തിൻ്റെ മാക്ക് സ്പീഡ്. ഇപ്പോൾ നമുക്ക് ഇത് യുദ്ധവിമാനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു മാക്കും അതിൽ കൂടുതലൊക്കെ സ്പീഡുണ്ട്. 5th ജനറേഷൻ വിമാനങ്ങൾക്ക് ഇപ്പോൾ 5 മാക്ക് വരെ സ്പീഡുള്ള വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മാക്ക് എന്ന് പറഞ്ഞാൽ 1205 കിലോമീറ്ററാണ്. 5 മാക്ക് എന്ന് പറഞ്ഞാൽ × 5 ആണ്. മണിക്കൂറിൽ 5000, 6000, 7000 കിലോമീറ്ററൊക്കെ വേഗത്തിൽ പറക്കുന്ന വിമാനങ്ങളാണ് 5ാം തലമുറയിലും 6ാം തലമുറയിലും ഒക്കെ ആയിട്ട് വരാൻ പോകുന്നു പറയുന്നു. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഒരു വാഹനം നാസയുടെ X434 എന്ന് പറയുന്ന ഒരു പേടകത്തിനാണ് 9.6 സ്പീഡ് ഉള്ളതായിട്ട്, മാക്ക് സ്പീഡ് ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോഴാണ് യാത്ര എന്ന് പറയുന്നത് വ്യോമയാത്രയുടെ മൊത്തം അട്ടിമറിച്ച് നിലവിലുള്ള സങ്കല്പങ്ങളൊക്കെ മാറ്റിയിട്ട് വെർട്ടിക്കലായിട്ട് ടേക്ക് ഓഫും ലാൻഡിങ്ങും നടത്തുന്ന വിമാനവുമായി വരുന്നത്.
അതിന് ഏറ്റവും വലിയ സവിശേഷത മറ്റേ ഈ ഏവിയേഷൻ ഫ്യൂവലല്ല ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് വിമാനമാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന മലിനീകരണം മാത്രമല്ല, ഇപ്പോൾ ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ കാര്യത്തിൽ വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്. നാളെ ഉണ്ടാവുന്നത് വിമാനങ്ങളും അതിൽ പറക്കാൻ തുടങ്ങിയാൽ ഇന്ധന കച്ചവടത്തിന് തവിടുപൊടിയായി പോകും. ലോകത്ത് ഇന്ധനം വിറ്റ് ജീവിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അതെ, ഗൾഫ് രാജ്യങ്ങൾ, അല്ല റഷ്യ, ഇറാൻ, പിന്നെ വെനസ്വേല പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇന്ധനം, ഏവിയേഷൻ ഫ്യൂവൽ ഒരു ദിവസം ലോകത്ത് കത്തിത്തീരുന്നുണ്ട്. അതിന് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ലോക സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അതൊന്ന്. പിന്നെ മാത്രമല്ല, ഇതൊരു വെറും ഒരു വിമാനമല്ല, വ്യോമ ഗതാഗതം വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായതല്ല വ്യോമ ഗതാഗതം. ഇനി എലോൺ മസ്കിൻ്റെ വിമാനങ്ങൾ ലോകത്തെ കാട്ടിക്കൊടുക്കാൻ പോകുന്നതാണ് വ്യോമ യാത്ര, വൈമാനികരുടെ ജീവിതം, വിമാനം പറപ്പിക്കൽ, ആകാശയാത്ര എന്നാണ് ഇതിനെക്കുറിച്ചുള്ളൊരു കമൻറ്റ് കണ്ടത്. ഇതിൻ്റെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിൽ ഒന്ന് ക്വാണ്ടം ലിഫ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇതാണ്, അതനുസരിച്ചാണ് അത്ര ഇത് പ്രവർത്തിക്കുന്നത്. അതിൽ ക്വാണ്ടം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രകാരമാണ് ഇപ്പോഴത്തെ ടെക്നോളജി പ്രവർത്തിക്കുന്നത്. ഈ ടെക്നോളജിക്ക് നിന്നും വിഭിന്നമായ ടെക്നോളജിയാണ്, അതായത് ഇതുവരെയുള്ള ഫിസിക്സ് അനുസരിച്ചല്ല ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിസിക്സിൻ്റെ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് ഫിസിക്സ് മാർക്ക് കുറവാണ്. അതുകൊണ്ട് ക്വാണ്ടം ലിഫ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നുള്ള പരമ്പരാഗത രീതികളെ മാറ്റിമറിച്ചിട്ടാണ് ഈ വിമാനത്തിൻ്റെ എഞ്ചിനും അതിൻ്റെ പ്രവേഗവും അതിൻ്റെ സഞ്ചാരവും എല്ലാം നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് എലോൺ മസ്കിൻ്റെ സ്ഥാപനം പറയുന്നത്. അത് ഇലക്ട്രോ മാഗ്നറ്റിസം, പിന്നെന്താണ് സൂപ്പർ കണ്ടക്ടറുകൾ, പിന്നെ അഡ്വാൻസ്ഡ് ടെസ്ല ബാറ്ററി ടെക്നോളജി. ഇത് മൂന്നുമാണ് ഈ വിമാനത്തിൻ്റെ ആത്മാവും ശരീരവും ഹൃദയവും എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം, സൂപ്പർ കണ്ടക്ടർ, ആധുനികമായ ടെസ്ലയുടെ ബാറ്ററി ടെക്നോളജി. ഇത് മൂന്നും ചേർന്നിട്ട് നിലവിലുള്ള എയ്റോ ഡൈനാമിക്സിനെ അട്ടിമറിക്കുന്ന, ആ നിലവിലുള്ള എല്ലാ ധാരണകളെയും മാറ്റിമറിക്കുന്ന വേഗത, സൗകര്യം, ഈ പറഞ്ഞ പറക്കൽ രീതികളാണ് ഈ വിമാനത്തിനുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നോക്കൂ, നമ്മുടെ ഈ കാറുകൾ അല്ലെങ്കിൽ സ്കൂട്ടറുകളൊക്കെ ഇലക്ട്രിക് ആയതോടുകൂടിയപ്പം എൻജിൻ എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായില്ല, ശബ്ദവും ഇല്ല. പകരം വന്നിരിക്കുന്നത് മോട്ടറാണ് അല്ലേ. അതെ, ഈ കാറിനെ ചലിപ്പിക്കുന്നത് വീലുകളെ കറക്കി, വാഹനത്തെ, കാറാവട്ടെ ബൈക്കാവട്ടെ, അതിലെ വീലുകളെ കറക്കി വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോട്ടറാണ്, എൻജിനല്ല. അപ്പോൾ വിമാനങ്ങൾക്ക് എൻജിൻ ഇല്ലാതാവുകയാണ്. വിമാനങ്ങൾ ഇനി പറക്കുന്നത് മോട്ടോറുകൾ വെച്ചിട്ടാണ്. നമുക്ക് പണ്ടൊക്കെ പറയുന്ന കാര്യത്തിൽ സങ്കല്പം മാത്രമായിരുന്നു അല്ലേ? സങ്കല്പമാണ്. അതായത് ഇത് ഈ ഡോക്ടർ എമിലി കാർട്ടൺ എന്ന് പറയുന്ന എയ്റോസ്പേസ് എഞ്ചിനീയർ പറയുന്നു, വ്യോമയാന ചരിത്രം മാറാൻ പോവുകയാണ്. അപ്പോൾ ഇത് കുറേ കാലമായി മസ്ക് പറയുന്നുണ്ട്, ഞാൻ ഈ റീഡിഫൈൻ ചെയ്യാൻ പോവുക, പുനർനിർവചിക്കാൻ പോവുകയാണ് ഇന്ന് ലോകത്തുള്ള വ്യോമയാനം, ആകാശപ്പറക്കലുകൾ. ഇനി ഇങ്ങനെയല്ല മനുഷ്യൻ പറക്കാൻ പോകുന്നത്, ഇങ്ങനെയല്ല വിമാനങ്ങൾ. ഈ വിമാനങ്ങളൊക്കെ കാലഹരണപ്പെട്ടു. ഇനി പുതിയ ലോകം, പുതിയ വിമാനം വരാൻ പോവുകയാണ്. മസ്കിൻ്റെ ലോകം, മസ്ക് വിഭാവനം ചെയ്യുന്ന ലോകത്ത് പുതിയ യാത്രാ വിമാനങ്ങളാണെന്ന് കുറേ കാലമായി മസ്ക് പറയുന്നുണ്ട്. ഇതൊക്കെ ഇയാളുടെ തള്ളാണ്, മസ്കല്ലേ ആള് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പറഞ്ഞതെല്ലാം ചെയ്തു മസ്ക്. അവസാനം ഇപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ലോകത്തെ കാണിച്ച് മസ്ക് ഞെട്ടിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ അല്ല, ദാ വന്നു കഴിഞ്ഞു. ഏത് അത്ഭുത വിമാനം, നിലവിലുള്ള എല്ലാ സംവിധാനം നോക്കൂ. ഇതിന് റൺവേ വേണ്ട, ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും റൺവേ വേണ്ടെങ്കിൽ ഈ വിമാനം എവിടെ ഇറക്കാം? ഒരു മൈതാനം കിട്ടിയാൽ അവിടെ ഇറങ്ങും വിമാനം. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, നമുക്ക് ഈ വിമാനത്താവളങ്ങൾ, ഇപ്പം കൊച്ചി വിമാനത്താവളം എറണാകുളം നഗരത്തിൽ നിന്ന് 25-30 കിലോമീറ്റർ അകലെ അല്ലേ. ഇപ്പം നെടുമ്പാശ്ശേരി, അവിടെ അത്രയും ദൂരെയാണ്, നെടുമ്പാശ്ശേരിയിലാണ്. തിരുവനന്തപുരത്ത് ശംഖുമുഖം ദൂരമുണ്ട്. കോഴിക്കോട് വിമാനത്താവളം ഇരിക്കുന്ന മലപ്പുറം ജില്ലയിലാണ്, കരിപ്പൂരാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ മട്ടന്നൂരാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇത് ഈ പറയുന്ന വിമാനത്താവളങ്ങളുടെ പേര് ഒരു പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ പറഞ്ഞാലും നഗരത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ് ഇരിക്കുന്നത്. കാരണം അത്ര വലിയ റൺവേ വേണമെന്നുകൊണ്ടാണ് നഗരത്തിൽ വിമാനം ഇറക്കാൻ പറ്റാതെ. ഇനിയിപ്പോൾ നാളെ എറണാകുളം മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ മസ്കിൻ്റെ വിമാനം ഇറങ്ങും. എറണാകുളം എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ, എയറോഡ്രോം എന്ന് പറഞ്ഞാൽ വന്നിറങ്ങാൻ പോകുന്ന വിമാനത്താവളം വേണമെങ്കിൽ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിന് തിരുവനന്തപുരത്ത് ഗ്രൗണ്ട് ഉണ്ടോ എനിക്കറിയില്ല. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, അവിടെ ഇറങ്ങും വിമാനം. അപ്പോൾ വിമാനത്തെ കയറാൻ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വന്നാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് റൺവേ വേണ്ടാത്ത
വിമാനങ്ങൾ വരിക. നോക്കൂ, അത് വരുമ്പോഴത്തേക്ക് സൈനിക വിമാനങ്ങളുടെ കാര്യം ആലോചിച്ച്, അത്തരം വിമാനങ്ങൾ സൈന്യത്തിനാണ് കിട്ടുന്നത്. എവിടെ ഏത് സമയത്തും എവിടെയും അല്ലേ? വിമാനം ഇറങ്ങും, വെർട്ടിക്കൽ ലാൻഡിംഗ് ആണ്, വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആണ്. അപ്പോൾ ഇത് വലിയ വളരെ വിപ്ലവകരമായ മാറ്റം. വേഗത്തിൽ, പിന്നെന്താ, വേഗത്തിൽ ലാൻഡിങ്ങിൽ എഞ്ചിൻ്റെ കാര്യത്തിൽ, ഇന്ധനത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ മാറ്റമുണ്ടാകുന്ന അത്ഭുതകരമായ വിമാനമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ പ്രോട്ടോടൈപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അടുത്ത ചോദ്യം വരുന്നത്, ഇതൊക്കെ പറഞ്ഞു എന്ന് ഇറങ്ങും, എന്നിത് പറക്കും എന്ന് ചോദിച്ചാൽ ട്രംപിൻ്റെ ഉത്തരം റെഡിയാണ്. അടുത്ത വർഷം 2026 കൃത്യമായിട്ട് പറയുകയാണ്. 2026 ഭൂമിയുടെ ആകാശത്ത് ട്രംപിൻ്റെ ടെസ്ല ഇലക്ട്രിക് വിമാനങ്ങൾ പറക്കും. ഇത് മാത്രമല്ല, ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ലോകത്തിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട വിമാന കമ്പനികളും ടെസ്ലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു, അതിൻ്റെ ബുക്കിംഗ് എന്ന് ആരംഭിക്കും എന്നുള്ളത്. അത്രയ്ക്ക് മുന്നോട്ട് പോലെ. അപ്പോൾ മസ്ക് പറയുന്നു, മസ്ക് ചെയ്യുന്നു. മസ്ക് നാളെ ലോകം ഭരിച്ചാലും അത്ഭുതമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.